ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു യോക്ക് നൈറ്റിയാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് വളരെ സാവധാനം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഇത് സിമ്പിളാണ്. അപ്പോൾ ഇത് എനിക്കൊരു ഓർഡർ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 50 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് വേണം. ആ രീതിയിലാണ്, ആ അളവിലാണ് ഞാനിത് കട്ട് ചെയ്യണത്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ അരിക്ക് കറക്റ്റ് ചെയ്യണം. ഏത് തുണി എടുക്കുമ്പോഴും നമ്മൾ ആദ്യം ഒന്ന് അരിക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കവിടെ മടിക്ക് അടിക്കാനുള്ള തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 1.5 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നൈറ്റിയുടെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് യോക്ക് നൈറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ യോക്കിന് 9.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്, ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി 40.5 ഇഞ്ച്, മൊത്തം 50 ഇഞ്ചാണ്. 40.5 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയും കൂട്ടി 41 ഇഞ്ച് ഞാനിവിടെ ബോഡി ലെങ്ത്ത്, നൈറ്റിയുടെ ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള ഈ പീസിൽ നിന്നാണ് നമുക്ക് സ്ലീവും യോക്കും ഒക്കെ എടുക്കേണ്ടത്. ഇതിപ്പോൾ ലെങ്ത്ത് 50 ഇഞ്ചുള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ഇതിൽ നിന്ന് യോക്കും സ്ലീവൊക്കെ നല്ല ആവശ്യത്തിനുള്ള നീളത്തിനൊക്കെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇനി യോക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിന് മുമ്പ് തന്നെ നമുക്ക് സ്ലീവ് ഒരു 10 ഇഞ്ചാണ് വേണ്ടത്. 10.5 ഇഞ്ചിന് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് ഇടണ്ട കേട്ടോ. ആ സ്ലീവ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടുകൂടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി യോക്കിനുള്ള ഭാഗം അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ 41 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 10.5 ഇഞ്ച്, 9.5 ഇഞ്ച് യോക്ക് ലെങ്ത്ത് വേണം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടും കൂട്ടി 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ആ പീസ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിനി കഴുത്തൊക്കെ അടിക്കാൻ, നെക്കടിക്കാനുള്ള പീസ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് കേട്ടോ നെക്ക് വിഡ്ത്ത്. പിന്നെ 7.5 ഇഞ്ച് ഷോൾഡറും. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഷോൾഡറിൻ്റെ ആ 7.5 ഇഞ്ചിന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 8 ഇഞ്ച് കൈക്കുഴിക്ക് ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. യോക്ക് നൈറ്റിക്ക് ഈ കൈക്കുഴിയുടെ ഇങ്ങനത്തെ ആവശ്യമില്ല, പക്ഷേ ഇവിടെ യോക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് അവിടെ 12 ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത്. എന്നിട്ട് സാധാരണ നമ്മൾ ചുരിദാർ കട്ടിങ് നൈറ്റിക്കൊക്കെ വരക്കണോട്ട് തന്നെ കൈക്കുഴി വരച്ചെടുക്കും. ആ വരച്ച ഭാഗത്ത് ഒരു 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും കേട്ടോ. യോക്കിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ യോക്ക് ഷേപ്പ് ചെയ്ത് വെട്ടണത്. ആ കൈക്കുഴിയുടെ അവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ആ 10.5 ഇഞ്ചിലേക്ക് അത് മാർക്ക് ചെയ്ത് യോജിപ്പിക്കും. അപ്പോൾ നമുക്ക് യോക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 10.5 ഇഞ്ച് ലെങ്ത്തിലും. ഇപ്പോൾ ചെസ്റ്റിൻ്റെ 12 ഇഞ്ച് എടുത്തെങ്കിലും നമ്മൾ കൈക്കുഴിയുടെ കുറച്ച് ഭാഗം വിറ്റിട്ടാണ് ഇത് എടുക്കുന്നത്. ആ ഭാഗം നമ്മൾ നൈറ്റിയുടെ ബോഡി പീസുമ താഴെ അടയാളപ്പെടുത്താനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതുമേന്ന് കറക്റ്റായിട്ട് മാർക്ക് മനസ്സിലാക്കി വെച്ചേക്കണം. ഇതിപ്പോൾ കൈ വെട്ടാനുള്ള വണ്ണത്തിന് ഇവിടെ എനിക്കൊരു 9.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ചോടും കൂട്ടി 10 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ കൈ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 ഇഞ്ച് ഞാൻ കൈയുടെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ മുൻകൈ ഒരു 6.5 ഇഞ്ച്, എന്നിട്ട് അത് രണ്ടും മാർക്ക് ചെയ്യും. കൈ നീളം 10.5 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണല്ലോ. ആ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു 3.5 ഇഞ്ച് കുഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ കൈക്കുള്ള ഷേപ്പ് ചെയ്തെടുക്കണത്. അപ്പോൾ അത്രയും 3.5 ഇഞ്ച് കുഴിച്ച് ഉള്ള ഭാഗമില്ലേ, ആ ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൈയുടെ ഇതും കിട്ടും. ഇനി നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് കൂടുതലൊന്നും തയ്യൽ തുമ്പ് കട്ട് ചെയ്തിട്ടാ. കാരണം നമുക്ക് ഇതിൻ്റെ പീസിൻ്റെ ഈ ഷോൾഡറിൻ്റെ തുമ്പൊക്കെ കൂടുതൽ കട്ട് ചെയ്തെടുത്താൽ നമ്മൾ സ്ലീവിന്മ കട്ടിങ് വീഴും. അപ്പോൾ നമുക്ക് സ്ലീവിന് ലെങ്ത്ത് ഉദ്ദേശിച്ച് കിട്ടില്ല. ഇതിപ്പോൾ കറക്റ്റ് ആ പോയിൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് യോക്ക് കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്ലീവും അതുപോലെ തന്നെ ആ മാർക്കിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നൈറ്റിയുടെ ബോഡി പീസ് മുതലുള്ള ആ മാർക്കിംഗ് ആണ് നോക്കേണ്ടത്. അതിന് നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 8 ഇഞ്ച് താഴത്തേക്ക് വരച്ച് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് 12 ഇഞ്ച് ചെയ്ത് ഒരു ഇത് മാർക്ക് ചെയ്തില്ലായിരുന്നു. ആ അളവ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ 7 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തുനിന്ന് ആ 8 ഇഞ്ചിലേക്ക് നമ്മൾ ഒരു
1.5 ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ളൂ. അവിടെ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് എടുത്ത് 2.5 ഇഞ്ച് വിട്ത്ത്, ഇവിടെ 2.5 ഇഞ്ച് വിട്ത്ത്, ലെങ്ത്ത് ഒരു 2 ഇഞ്ച് മതി കേട്ടോ. ആ 12 ഇഞ്ചിൻ്റെ മാർക്കിങ് നേരെ പോന്നിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഇട്ട് വേണം അത് വരക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ യോക്ക് വെട്ടിയെടുത്തില്ലേ നൈറ്റി ഇടാം, അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ 2.5 ഇഞ്ച് വിട്ത്തും 2 ഇഞ്ച് ലെങ്ത്തും ആണ് ഞാൻ കൈക്കുഴിയോട് അടയാളപ്പെടുത്തിയേക്കണത്. ഈ ലെങ്ത്തിൻ്റെ ഭാഗം മാത്രം 1/2 ഇഞ്ച് കൂട്ടിയിട്ടുള്ളൂ, വിട്ത്ത് ആ അളവ് തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ യോക്ക് വെട്ടിയില്ല ആ ഭാഗത്തുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. കൈക്കുഴിയുടെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ആ 2 അളവും അളന്ന് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് കൈക്കുഴിയുടെ ലെങ്ത്തിൻ്റെ ഭാഗം 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. 1.5 എനിക്ക് അവിടെ കിട്ടിയത്, 2 ഇഞ്ച് എടുത്ത് വിട്ത്ത് 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി അത് ആ ഷേപ്പിൽ, ആ ബോഡി പീസിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കും. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടാണല്ലോ വെട്ടിയേക്കണം. ആ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഫ്രണ്ട് നമുക്ക് ഇനി തയ്ക്കാൻ നേരത്ത് കട്ട് ചെയ്താൽ മതി. ബാക്കും ഫ്രണ്ടും ഇപ്പോൾ ഒരുമിച്ച് തന്നെ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതേ സ്ലീവ് വെച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. ആ ബാക്കി പീസ് ബോഡിയുടെ ആ നമ്മൾ കൈക്കുഴി വെട്ടിയില്ല ആ ഭാഗം വന്ന പീസാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നെക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിന്. ഒരു 6.5 ഇഞ്ച് ലെങ്ത്തും 2 ഇഞ്ച് വിട്ത്തും ഉണ്ട് താഴെ. മുകളിൽ 2.5 എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് സ്ക്വയർ ആയതുകൊണ്ട് 2 ഇഞ്ച് വിട്ത്താണ്. നമ്മൾ പടിയൊക്കെ വെച്ച് വരുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടണമെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി. 2 പടിയും നമ്മൾ തള്ളി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി. അപ്പം അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് യോക്ക് പാർട്ട് മാത്രം ഓപ്പൺ ചെയ്യണുള്ളൂ, താഴത്തേക്ക് ബോഡി നൈറ്റിയുടെ ബോഡി പാർട്ടിലേക്ക് ഓപ്പണിങ് വന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ആ യോക്ക് പീസ് വെട്ടിയതിൻ്റെ മുകളിലൊരു കഷ്ണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പീസാണിത്. ആ പീസാണ് നമുക്ക് നെക്ക് തയ്ക്കാനുള്ള ആകെയുള്ള പീസ്. അപ്പോൾ ആ പീസ് ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് കേട്ടോ കിട്ടണ വീതിയിൽ. അത് എത്ര വീതി ഉണ്ടോ ആ വീതിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, വീതിയൊന്നും കളഞ്ഞിട്ടില്ല. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ആ കോൺ ഭാഗം വരില്ലേ ആ ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിൽ ഒരു പീസ് കിട്ടും. ആ കോൺ ഭാഗം 2 പീസുമേ അടിച്ച് നമ്മൾ 2 യോക്കിൻ്റെ പാർട്ടുമേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് അടിച്ച് മറിച്ചെടുക്കണം. ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് അടിച്ച് മറിച്ചെടുക്കണം ചെയ്യണത്. അതിന് വേണ്ടിയാണ് ഞാൻ ആ നേരെ പീസ് എടുത്തത്. തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. ആ കോൺ ഭാഗം നമ്മൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് കിട്ടും. ആ പീസ് നമ്മൾ യോക്ക് പീസുമേ വെച്ചടിക്കും കേട്ടോ. 2 പീസും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് ഇവിടെ എടുക്കുകയാണ്. വശം മാറിപ്പോകൊണ്ട് മാർക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ 2 ഒരു വശത്തേക്ക് തന്നെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ കോണായിട്ട് മാർക്ക് ചെയ്തില്ല ആ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയാട്ടോ. അത്രയും തയ്യൽ തുമ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ യോക്ക് പീസ് എടുത്തിട്ട് ചീത്ത വശത്ത് ഈ പീസ് വയ്ക്കും. എന്നിട്ട് നല്ല വശത്തേക്ക് അടിച്ച് മറിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോവും, ആ ഭാഗം നല്ല വൃത്തിയായിട്ടിരുന്നോളും. ആ ഭാഗത്ത് അല്പം കട്ടിയും കിട്ടും നമുക്ക്, ഇത്രയും വീതിയിൽ തുണി വെച്ച് കൊടുക്കണതുകൊണ്ട്. ഇതേപോലെ ചീത്ത വശത്ത് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചടിക്കും. എന്നിട്ട് നെക്കിൻ്റെ ഭാഗത്തൊന്ന് പതിച്ചടിക്കും. പിന്നെ ഈ അരികെ ഇതേപോലെ മടക്കി വെച്ചിട്ട് അരികത്ത് കൂടെയും ഒരു സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമ്മളവിടെ ഒരു പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ ലേസ് കൊടുക്കണേണ്. അപ്പോൾ ഞാൻ അതുപോലെ തയ്ച്ചതാണ് ഇത് കാണിക്കണത്. ഇതിപ്പോൾ ചീത്ത വശത്ത് പീസ് വെച്ച് അടിച്ചതാണ്. എന്നിട്ട് ആ അരികും ഞാൻ ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ കോൺ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ടിങ്ങനെ ഇതേപോലെ മറിച്ചെടുത്തിട്ട് മുകളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ മടക്കി വെച്ചേക്കണം ഈ അരികു ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കും. അങ്ങനെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മീതെ ലേസ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെ ഞാൻ ഇതേപോലെ ലേസ് ഇങ്ങനെ വച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിപ്പോൾ 2 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പടി പിടിപ്പിക്കാനുള്ളൂ. ഇതേപോലെ വേണമെങ്കിൽ ഒരു ഭാഗം നമുക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയടിക്കാം, അല്ലെങ്കിൽ 2ഉം തള്ളിയിട്ട് അടിക്കാം കേട്ടോ. ഞാനിപ്പം ഈ നൈറ്റിക്ക് 2 ഭാഗവും തള്ളിയിട്ടാണ് അടിച്ചെടുത്തേക്കണത്. എന്നിട്ട് ഹുക്ക് വെച്ച് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ കാണിയിട്ട് അടിച്ച് എടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ട് ഷോൾഡർ കൂട്ടിയെടുക്കാം, സാധാരണ എല്ലാ നൈറ്റികൾക്കും ചെയ്യുന്നത് പോലെ. അങ്ങനെ ഞാൻ ചെയ്ത് ബാക്ക് നെക്ക് അടിച്ച് ഷോൾഡറും കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റി ഇടാം. ബോഡി പീസ് ഇതും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബോഡിയുടെ ചുരുക്ക് ഫ്രണ്ടിൽ, സാധാരണ എല്ലാ ചുരുക്കും ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ചെയ്യാറ്. പക്ഷേ ഇത് ഇവർക്ക് 2 സൈഡായിട്ട് ചുരുക്കിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബാക്ക് പീസിൽ ചുരുക്കെല്ലാം ഫ്രണ്ടിൽ തന്നെ വരുന്ന രീതിയിലും ഫ്രണ്ടിൽ ഓപ്പൺ ഇടുന്ന ഭാഗമല്ലേ, ആ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് 2 വശത്തേക്ക് നീക്കിയാണ് ചുരുക്കിട്ട് കൊടുത്തേക്കുന്നത്. അത് കസ്റ്റമറുടെ താല്പര്യം പ്രകാരമുണ്ടോ ചെയ്തേക്കണത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ചുരുക്കായിട്ട് വരുത്താം. ഇതിപ്പോൾ ഞാൻ സൈഡിലേക്ക് കുറച്ചുകൂടി നീക്കിയാണ് ചുരുക്കിട്ട് കൊടുത്തേക്കണം. ബാക്കിൽ എല്ലാ ചുരുക്കും ഇതേപോലെ അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോക്ക് നൈറ്റി. അപ്പോൾ ഈ നൈറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.